പലപ്പോഴും നാം ക്ഷണിച്ചവർക്ക് ചെയ്യേണ്ടുന്നത് ചെയ്യാൻ കഴിയാത്ത സന്ദർഭം എത്ര അപമാനകരമാണ്. മാത്രമല്ല, നാം ക്ഷണിച്ചു വരുത്തിയവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വ്യസനത്തോടെ മാറി നിൽക്കേണ്ടി വന്ന നിസ്സഹായ അവസ്ഥ എത്ര ദുഃഖകരമാണ്. എല്ലാം കരുതി വെച്ചുകൊണ്ടായിരിക്കാം നമ്മൾ പലരെയും ക്ഷണിച്ചത്. പക്ഷേ ആ ക്ഷണത്തിൽ വന്നവരെല്ലാം വീടിൻ്റെ അതാത് പരിസരങ്ങളിൽ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ആ ക്ഷണിതാക്കൾ കടന്നു വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ആ ഭവനത്തിലുണ്ട്. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഏറ്റവും ഒഴിവാക്കിക്കൂടാത്ത ഒരു കാര്യമാണ് വീഞ്ഞ്. എന്നാൽ ആ വീഞ്ഞ് തൽക്ഷണത്തിൽ തീർന്നുപോയി അതിഥികൾക്ക് വേണ്ടി വിളമ്പിക്കൊണ്ടിരുന്നതാണ്. ആ മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. കാരണം താൻ ക്ഷണിച്ചിട്ട് വന്ന അതിഥികൾക്ക് അത് വിളമ്പുവാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന നാണക്കേട്, മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരായി തീരുക, അതൊന്നും പോരാഞ്ഞിട്ട് 1-2 തലമുറകൾ ഇനിയും കഴിഞ്ഞു പോയാലും ഏതൊക്കെ കല്യാണത്തിന് കൂടിയാലും അവിടെയുള്ള ആളുകൾ 1-2 പേരെങ്കിലും ഈ പഴയ കാര്യത്തെ പറയാതിരിക്കുക. സ്തോത്രം. കാരണം അത് മനുഷ്യ സഹജമാണ്. എത്ര കാലഘട്ടം കഴിഞ്ഞാലും നാണക്കേട് മാറത്തില്ല. സ്തോത്രം. അപ്പോൾ ഈ നാണക്കേട് അവിടെ നിലനിൽക്കുന്ന ഒരു സന്ദർഭം കാണുന്നുണ്ട്. പോരായ്മയാണ്. എന്നാൽ യേശുവിൻ്റെ അമ്മ വളരെ പക്വതകരമായി യേശുവിൻ്റെ അടുക്കൽ ഈ വിഷയത്തെ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, വീഞ്ഞ് തീർന്നു പോയി. യേശുവിൻ്റെ മറുപടി, സ്ത്രീ, എനിക്കും നിനക്ക് തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. യേശു ശുശ്രൂഷക്കാരോട് പറയുകയാണ്, ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 100-150 ലിറ്റർ വെള്ളം കൊള്ളുന്ന കൽപ്പാത്രങ്ങൾ. യേശു പറഞ്ഞത് വെള്ളം നിറയ്ക്കുവാൻ. വെള്ളം നിറയ്ക്കുവാൻ യേശു പറഞ്ഞപ്പോൾ അവർ വക്കോളവും നിറച്ചു എന്നാണ് വചനം വായിക്കുന്നത്. സ്തോത്രം. വക്കോളവും നിറച്ച് ഇനിയും കൊണ്ട് വിഴുന്ന് വാഴി കൊടുക്കുവീൻ എന്ന് പറഞ്ഞു. അത് രുചിച്ചു നോക്കിയാറെ ഏറ്റവും നല്ലതാണ്, എളുപ്പമുള്ളതാണ്. അതെവിടെ നിന്നത്? വിരുന്നുവാഴി കുടിച്ചു നോക്കി. സ്തോത്രം. എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി പോലും അറിഞ്ഞിരുന്നില്ല. ഈ വെള്ളം എവിടെ നിന്നാണെന്ന് രുചിച്ചു നോക്കിയ വിരുന്നുവാഴി പോലും പറഞ്ഞില്ല. പക്ഷേ ശുശ്രൂഷക്കാർക്കറിയാം ഇതെവിടത്തെയാണ് വെള്ളമെന്ന്. ചില നഷ്ടം നിന്നെ ഉപയോഗിക്കുവാനുള്ള ദൈവത്തിൻ്റെ അടയാളമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില മേഖലകളിൽ ഉളവാകുന്ന ചില നഷ്ടങ്ങൾ അതൊരടയാളമാണ് നിന്നെ ഉപയോഗിക്കാനുള്ള, നിന്നെ അവിടെ എത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. മാറ്റിയിട്ടതിനെ കൂട്ടുപിടിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൈവം, മാറ്റിയിട്ടതിനെ കൂട്ടുപിടിച്ച് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം. അകത്ത് വിളമ്പുന്ന പാത്രങ്ങളുണ്ട്, വീഞ്ഞ് നിറയ്ക്കുന്ന പാത്രമുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പാത്രമുണ്ട്. പക്ഷേ ഇത് കൽപ്പാത്രം, ശുദ്ധീകരണത്തിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന കൽപ്പാത്രങ്ങളെ ദൈവം കൂട്ടുപിടിച്ചു. അതിൽ വെള്ളം വക്കോളവും നിറപ്പിച്ച് അതിൽ നിന്ന് വീഞ്ഞുളവാക്കി മറ്റുള്ളവരിലേക്ക് കൊടുത്തു. ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ. നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടന്നില്ലെങ്കിലും നമ്മിൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ദൈവം ഉദ്ദേശിക്കുന്ന പ്ലാനിലൂടെ നടക്കും. പലപ്പോഴും നാം ഉദ്ദേശിക്കുന്നത് നമ്മൾ വച്ചിരിക്കുന്ന പ്ലാനിലൂടെ നടക്കണമെന്ന്. പക്ഷേ എൻ്റെ ദൈവം ഉദ്ദേശിച്ചത് ആ കാനായിലെ കല്യാണത്തിലെ വീഞ്ഞ് കൽപ്പാത്രത്തിലൂടെ ജനത്തിലേക്ക് എത്തണം. ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം ചെയ്യുവാൻ യേശു അവരുടെ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയോ അവിടെ നിന്ന് വണ്ടി പിടിച്ച് അയൽവക്കത്തെ കിണറ്റിൽ പോയി വെള്ളം അടുപ്പിച്ച് കൊണ്ടുവരികയോ ചെയ്തില്ല. താൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന നഷ്ടം ഏതുമായിക്കൊള്ളട്ടെ, വചനത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ആ ദൈവത്തിന് നിങ്ങളിൽ ഒരത്ഭുതം ചെയ്യണമെങ്കിൽ ദൂരെ വരെ ഓടേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ യൂട്യൂബിലൂടെ ആയിരിക്കാം നിങ്ങളിത് കേൾക്കുന്നത്.
നിങ്ങളിരിക്കുന്ന ഇടത്ത്, ദാഹിക്കുന്ന ഇടത്ത് നീരൊഴുക്കിനെ തുറക്കുന്ന ദൈവം. ഏലിയാവ് ഇരിക്കുന്ന തോടിനരികെ ആ കാക്കയെ കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ കാടപ്പക്ഷിയെ സമുദ്രത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഇസ്രായേൽ ജനം ഇരിക്കുന്ന ഇടത്ത് കൊണ്ടുവരുവാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിന് നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ഭുതം ചെയ്യാൻ കഴിയും. സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഇന്ന് പകലത് വിശ്വസിക്കുക. നിങ്ങളുടെ പ്രശ്നം ഏതുമാകട്ടെ, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങളുടെ ദൈവത്തിന് സ്ഥലകാല പരിമിതിയില്ലാതെ പ്രവർത്തിപ്പാൻ കഴിയും. കാരണം എൻ്റെ ഗതിവേഗത്താൽ ആച്ഛാദനം സംഭവിക്കാത്ത ദൈവമാണ്. ദൈവം മാറത്തില്ലെങ്കിലും കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്യും. യേശു പറഞ്ഞില്ല, എന്നാൽ അത്ഭുതം ചെയ്യാൻ പോകാൻ നിങ്ങളെല്ലാം അങ്ങോട്ട് മാറുന്നത് ഞാൻ അവിടെ വരെ പോയിട്ട് വരട്ടെ എന്നല്ല. അവിടെ നിന്ന് എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു സ്റ്റെപ്പ് പോലും യേശു വെച്ചിട്ടില്ല. യേശു പറഞ്ഞു കാണും, ശുശ്രൂഷക്കാരല്ലേ മക്കളെ അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചു, ഇനിയും കൊടുക്ക്. യേശു അവിടെ പ്രാർത്ഥിച്ചതായിട്ട് പോലും പറയുന്നില്ല. വെള്ളം നിറച്ചു, വക്കോളവും നിറച്ചു. ശിഷ്യന്മാർ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ആ നിറച്ച വെള്ളം വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിനെന്ന് പറഞ്ഞു. അർത്ഥാൽ അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല. വെള്ളം കോരി കൽപ്പാത്രത്തിൽ ഒഴിച്ച് നിറച്ചു, ഇനിയും കോരി കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ വലിയ എഫാർട്ടൊന്നും ആവശ്യമില്ല, വലിയ കഠിന പ്രയത്നം ആവശ്യമില്ല. ഒറ്റ വാക്ക് മതി. പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ അറിയത്തില്ലാത്തവരായിരിക്കാം. ഒരുപക്ഷെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു പ്രാർത്ഥന നിങ്ങൾക്ക് ലഭ്യമായില്ലെന്നും വരാം. പക്ഷേ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടായതുകൊണ്ട് ഒരു വചനം പറഞ്ഞാൽ മതി. ആ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യും. വചനം പറയുന്നത് ആ അയച്ച വചനം ഒരിക്കലും ചുമ്മാതെ വരത്തില്ല, അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യും. ഇന്ന് പകൽ വിശ്വസിക്ക്, ആ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ പോലും അറിയാതെ, വചനം പറയുന്നത് ആ വീട്ടുടയം പോലും പറഞ്ഞിട്ടില്ല, വിഴുന്നുവാഴി രുചിച്ചു നോക്കുകയേ ഉള്ളൂ. ശുശ്രൂഷക്കാരല്ലാതെ ആ കോരിയ വെള്ളം എവിടെ നിന്നാന്ന് മറ്റാരും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പോലും അറിയാതെ ഒരു അത്ഭുതം, ഒരടയാളം ഈ വിഷയത്തിൽ ദൈവം ചെയ്യും. പൂർണ്ണമായി വിശ്വസിക്ക്, അടിയുറച്ച് വിശ്വസിക്ക്. ദൈവം ഒരു സ്റ്റെപ്പ് പോലും മാറാതെ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുടെ നിന്ന മാറ്റാൻ പോകുകയാണ്. നിങ്ങൾ അനുഭവിക്കാൻ ഇരിക്കുന്ന ആ വലിയ ഇളിഫ്യതയില്ലേ, നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന ആ വലിയ നാണക്കേടില്ലേ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്ന തലകുനിക്കപ്പെടാൻ പോകുന്ന ആ വിഷയമില്ലേ, നിങ്ങൾ പോലും അറിയാതെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരു അത്ഭുതമാക്കും. സങ്കീർത്തനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, നന്മയ്ക്കായിട്ടൊരടയാളം. പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ടൊരടയാളം. ദൈവമായ കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.